to Chunga Jewelry 5 minutes fun star. ഇനി ടീം സ്പടികമെത്തുന്നു പാരഡി സോങ് വിഷ്വലൈസിംഗ് റൗണ്ടുമായി. കാക്കേ കാക്കേ നീ പോരാമോ ചോറിൻടുണ്ട തിന്നാൻ വലിച്ചോറിൻടുണ്ട തിന്നാൻ റേഷൻ കടയിലെ അരിയാണേലും വേണേ വന്ന് തിന്ന് വേണേ വന്ന് തിന്ന്. കാക്കേ കാക്കേ നീ പോരാമോ ചോറിൻടുണ്ട തിന്നാ വലിച്ചോറിൻടുണ്ട തിന്നാ റേഷൻ കടയിലെ അരിയാണേലും വേണേ വന്ന് തിന്ന് വേണേ വന്ന് തിന്ന്. പാരഡി റൗണ്ടിൽ ഞങ്ങൾ എത്തുന്നു ടീം സ്ഫടികം. സമൂഹത്തിന്റെ അപജയങ്ങൾക്കുള്ള ഒരു വിമർശനമാണ് പാരഡി. പാരഡി റൗണ്ടുമായി നിങ്ങളുടെ മുമ്പിൽ ടീം സ്ഫടികം. ഇങ്ങനെ എടേ എന്തുവാടോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? എടാ ഇവർക്കുള്ള ഫുഡിന്റെ കൂപ്പണിൽ താൻ എന്തോ ഈ അടിച്ചു വെച്ചേക്കുന്നത്? അതിനെന്താണ് കുഴപ്പം? എന്തുവാടാ ഇത്? ടീ ആൻഡ് സ്നഗിയോ? എന്റെ പൊന്നെ സാറേ, ടീ ആൻഡ് സ്നാഗി അല്ല, ടീ ആൻഡ് സ്നാക്സ്. പിന്നൊരു കാര്യം, ഞാൻ ഇനി തൊട്ട് കുടുംബശ്രീയിലെടുപ്പങ്ങ് നിർത്തി. നല്ല കാര്യം, ഞാനിത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. സാറിന് ഈ പരിപാടി പറ്റിയതല്ല. എടോ ഇപ്പൊ കണ്ണീർ സീരിയലൊന്നും മാർക്കറ്റില്ല, ഇപ്പൊ ഭക്തിയല്ലേ ട്രെൻഡ്. എന്റെ പൊന്നു സാറേ, എല്ലാ ദൈവങ്ങളെ ഓരോരോ ചാനലുകാർ പൊക്കി, ഇനി ഏതെടുക്കും? ഒരു 2020 ഭക്തി സീരിയൽ, അതിനെ പറ്റിയ കഥ എന്റെ കയ്യിലുണ്ട്. അത് കൊള്ളാലോ, എന്നാ കഥയൊന്ന് കേക്കട്ടെ. രാമനും സീതയും കൂടി കാട്ടിൽ പോകുന്നു. കൈകേയി ദശരഥനോട് 3 ചോദിച്ചല്ലോ, എന്ത് വരം. അങ്ങനെ 30 വെള്ളിക്കാശിന് രാമനെ ഒറ്റിക്കൊടുത്തല്ലോ. ആര്? യൂദാസ്. അങ്ങനെ സീതയെ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. സീതയെ രക്ഷിക്കണം. എങ്ങനെ പോകും? എങ്ങനെ പോകും? അപ്പോഴാണ് രാമന്റെ സഹായത്തിന് അദ്ദേഹം എത്തുന്നത്. അതാര്? കത്തനാർ. അല്ല, പുള്ളിയാകുമ്പോ വാഴയിലേക്ക് വെട്ടി കടലിലെ പുറത്തിട്ട് അതേ കൂടെ കയറി അങ്ങ് പോകുമല്ലോ. അങ്ങനെ സീത ലങ്കയിലുള്ള വിവരം ആരറിയുന്നു? ഡാഗിനി അറിയുന്നു. ഡാഗിനി ഇത് കുട്ടൂസനോട് പറഞ്ഞു, കുട്ടൂസൻ ഇത് മായാവി അറിയിക്കുന്നു. മായാവി കുന്തത്തെ കയറി ഒരു പോക്കാണ്. പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് ഭയങ്കര യുദ്ധമല്ലയോ, യുദ്ധം പൊരിഞ്ഞ യുദ്ധം, ഭയങ്കര യുദ്ധം. ഒരു വശത്താരാണ് അമിതാഭ് ബച്ചൻ, ഒരു വശത്താരാണ് അമീർ ഖാൻ. അങ്ങനെ യുദ്ധം ഒടുവിൽ അവസാനിച്ചു. എടാ ഇത്രയും ചെയ്തിട്ടും ഒരു ചെറിയ സംശയം ഉണ്ടോ? ഇനി എന്തിനാ സംശയം? എടാ ഇതിനകത്ത് ഇനി സുരേഷ് ഗോപിയുടെ ഷിറ്റ് എവിടെ ചേർക്കും? എന്റെ പൊന്ന് സാറേ, നിങ്ങളെ പോലുള്ള സംവിധായകര് പുരാണത്തിലൊന്നും ഇല്ലാത്ത കഥയെടുത്ത് ഭക്തിസീരിയൽ ഉണ്ടാക്കി ഈ നാട് നശിപ്പിക്കല്ലേ. കാത്ത് സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി, ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി. ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്ത് ഛേദം, എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി, ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി. ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്തു ഛേദം, എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. അസ്സലാമു നമ്മുടെ കായ് കിട്ടിയില്ല. കഴിഞ്ഞ ഷെഡ്യൂളിൽ കിട്ടിയോ? ഇല്ല. അതിന് മുമ്പത്തെ കിട്ടിയോ? അതും കിട്ടിയില്ല. പിന്നെന്തിനാണ് വെറുതെ വാശി പിടിക്കുന്നത്? ഇതും തരുമെന്നേ. ഓ അത് ശരിയാണില്ല. എന്റെ പഠിച്ചോനെ, ഇത് അലാക്കിന്റെ അവലും കഞ്ഞി ആയല്ല. പുലിപ്പുറത്തേറി വരുന്നൊരു വയ്യപ്പൻ, പുലിപ്പുറത്തേറി വരുന്നൊരു വയ്യപ്പൻ റേറ്റിംഗിൽ കയറി അങ്ങ് കത്തി. ഗുരുവായൂരപ്പനാ നേരത്തെ ഞെട്ടി. അപ്പറ ചാനലിൽ മാതാവ് ചെത്തുമ്പോൾ ഇപ്പറ ചാനലിൽ ഈശോ, താണ്ടേ ഇപ്പറ ചാനലിൽ ഈശോ. കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി, ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി. ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്തു ഛേദം, എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. ഞാൻ അപ്പുറത്തെ സീരിയൽ അഭിനയിക്കുന്നതാണേ. അതിന് അവിടെ പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഫുഡും കണക്കാ. ഇവിടെ വല്ല വേഷവും. എടോ അന്തോണിസ് പുണ്ണാളുടെ സീരിയല് ഹനുമാനോ? ഞാൻ മല ചുമക്കും. ഇതിലേത് മല? വേണേ മലയാറ്റൂർ മല ചുമക്കട്ടെ. മാജിക് കാട്ടണ കത്തനാരച്ചൻ. അയ്യോ ലേഡി സൂസി കത്തനാരച്ചൻ. മാജിക് കാട്ടണ കത്തനാരച്ചൻ.
മാജിക് കാട്ടണ കത്തനരച്ചൻ ചാനലിൽ നിന്നൊന്ന് മുങ്ങി എന്നിട്ട് വേറൊരു ചാനലിൽ പൊങ്ങി പരിശുദ്ധ അന്തോണിൻ തോമസ് ലീഹൻ തമ്മിൽ മത്സരം മൂത്തൊരു കാലം ചാനലിൽ തമ്മിലടിക്കണ കാലം കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്തു ഛേദം എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. ഭക്തി സീരിയല് കണ്ടു കണ്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചു. മഹാബലി ഭരിച്ചിരുന്ന നാട്ടിലാണേ ഇതൊക്കെ നടക്കുന്നത്. പണ്ട് കേരള നാട് വാണ അസുര രാജാവേ നന്മ ചെയ്ത് താണു പോയൊരു നല്ല രാജാവേ തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മിത്തോ തിരുവോണം മാവേലി മന്നൻ പണ്ട് കേരളം ഭരിച്ചപ്പോൾ പ്രജകൾക്കെന്നെന്നും പൊന്നോണം. ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ പ്രജകളും നെട്ടൊട്ടമോടുമ്പോൾ എന്തോണം. ആ നല്ല നാളിൻ ഓർമ്മകൾ പൊന്നോണ നാളിൻ പെരുമകൾ അത് കേരനാടിന് നഷ്ടമാകുന്നു. വലതു ഭരിച്ചിട്ടും ഇടതു ഭരിച്ചിട്ടും ഭരണം നരകിരതോ അകതിമിതോ. Chunga Jewelry 5 minutes fun star. Welcome back to Chunga Jewelry 5 minutes fun star.